വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2: ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് ഡാഷ്. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുടിയേറി പാർത്തു. ക്വസ്റ്റ്യൻ നമ്പർ 3: എൽക്കാനയുടെ ഭാര്യമാരുടെ പേരെന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹന്നായും പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 4: യേശു ആരുടെ നാമത്തിലാണ് വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിതാവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5: എന്റെ സ്വന്തം കൈപ്പടയിൽ എത്ര ഡാഷ് അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വലിയ. ക്വസ്റ്റ്യൻ നമ്പർ 6: വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 7: പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഡാഷ് മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും എന്ത് ചെയ്തു? 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിധ്വനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 9: പിറ്റേ ദിവസം അവൻ എവിടേക്ക് പോകാൻ ഒരുങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലീലയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10: അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ ഡാഷ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 11: ഗലാത്യ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 12: യഹൂദരുമായുള്ള തർക്കത്തിന് ശേഷം യേശു പോയത് എവിടേക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജോർദാന് മറുകര. ക്വസ്റ്റ്യൻ നമ്പർ 13: ആ ശബ്ദം ഡാഷ് കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്നെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 14: ധനികനും ദരിദ്രനും ആക്കുന്നത് ആരെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എഫ്രായിം മലനാട്ടിലെ റാമാത്തായിമിൽ സൂഫ് വംശജനായ ഡാഷ് എന്നൊരാളുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 16. ഞാനൊരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല. ആരുടെ വാക്കുകൾ? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 17. ജനക്കൂട്ടം അവനെ കുറിച്ച് പെറുപെറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സേവകര്. ക്വസ്റ്റ്യൻ നമ്പർ 18. വീരന്മാരുടെ വില്ലുകൾ ഡാഷ് ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. 1 സാമുവൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തകരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. നവോമിയുടെ ഭർത്താവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എലിമലക്. ക്വസ്റ്റ്യൻ നമ്പർ 20. അവർ ഡാഷ് ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിസ്പൈൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി എന്ത് ചെയ്യും? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അനുഗ്രഹിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ ഭർത്തി കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 24. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 25. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവവചനം ശാശ്വതവും ദൈവികവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ഡാഷ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. കടലിൽ കാറ്റടിച്ചപ്പോൾ അവർ എത്ര സ്ഥാദിയോൺ ദൂരം വലിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 25 മുതൽ 30 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഗലാത്യ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിമയോൻ പത്രോസ് ആരുടെ സഹോദരനാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 30. കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല, ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഇത് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 31. സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. സുഖം പ്രാപിച്ചവനോട് ഇന്ന് ശബ്ദത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവർ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശു ആളുകളെ എന്തിനിരുത്താൻ പറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭക്ഷണത്തിനായി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി ദാസ് സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 35. കർത്താവിന്റെ പേടകം എത്ര മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 36. കടൽ ശോഭിക്കാൻ കാരണമായ പ്രകൃതി ശക്തി ഏത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 37. എവിടെ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു? സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്ന് ചോദിച്ചവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ ഡാഷ് എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 41. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവം ലോകത്തെ എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്രമാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 43. സമസ്തം എന്ത് വഴിയുണ്ടായി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനത്തിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 44. അപ്പോൾ ഡാഷ് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ ഡാഷ് എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിഹസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. അന്ത്രയോസ് തന്റെ സഹോദരന് ആരെ കാണിച്ചു തന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 47. മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 12 കുട്ട. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവം അയച്ചവൻ ദൈവത്തിന് എന്ത് സംസാരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്കുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 49. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് എന്ത്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുവിന്റെ ആദ്യ അത്ഭുതം എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 51. രാജസേവകൻ മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് കേട്ടത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കാൻ ആർക്കാണ് അസാധ്യം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യന്. ക്വസ്റ്റ്യൻ നമ്പർ 53. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു ഏതു വഴിയാണ് നടന്നു വന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന്മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്നവർ തിരക്കി. കർത്താവിന്റെ പേടകം ഡാഷ് എത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരോട് പ്രാർത്ഥിക്കാം? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 57. വചനം എന്ന പദത്തിന്റെ ഗ്രീക്ക് മൂലപദം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോഗോസ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം ഡാഷ് പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 59. മോശ എന്തിനെ കുറിച്ച് എഴുതി? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 60.
എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി എവിടേക്ക് വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 61. ആര് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 62. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, വീനിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 63. പീലിപ്പോസും നഥാനയേലും തമ്മിലുള്ള ബന്ധം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സുഹൃത്തുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 65. അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ഡാഷ് അവൻ എനിക്ക് തന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബാർലി. ക്വസ്റ്റ്യൻ നമ്പർ 66. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗിയായത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കബർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഫിലിസ്ത്യർ ആരുടെ പേടകം കൈവശപ്പെടുത്തി എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 68. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന്റെ മറുകരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. ഏത് ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 70. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2. ക്വസ്റ്റ്യൻ നമ്പർ 71. എവിടെ വെച്ചാണ് യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കബർനാമിലെ സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 72. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ എവിടെ ആയിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാജ്യത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ, എന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 74. അവിടെ എത്തിയപ്പോൾ ഡാഷ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 75. യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസായ ഞാൻ ആരായി എന്നാണ് ഗലാത്യ
1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പസ്തോലൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിന് കീഴല്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 77. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം ഡാഷ് ഞാൻ സമ്പാദിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 78. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 79. ഭക്ഷണ സമയത്ത് ബോആസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 80. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ എന്തിനെയാണ് ആശ്ലേഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭോഷത്വത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 81. അവന്റെ പേര് എലിമെലക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കിളിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ എവിടെ താമസമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മോവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു എന്തിനെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 83. യേശു ക്രിസ്തുവിനുള്ള എന്ത് വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്? ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 84. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ഡാഷ് അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 85. നിർധനനെങ്കിലും ആരാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധന്മാരായ രാജാവിനേക്കാൾ ഭേദം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബുദ്ധിമാനായ യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 86. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി എന്ത് ചെയ്യുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 87. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ് എന്നാണ് ശ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അബ്രാഹത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 88. റൂത്ത് ഏത് ദേശക്കാരിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മോവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 89. ഏലി ഒരു ദിവസം തന്റെ എവിടെ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മുറിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ.
എന്തിന് നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അടിമത്തത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 91. എവിടെ വെച്ചാണ് ഹന്ന ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഡാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭൃത്യന്മാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 93. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു. അപ്പോൾ അവന്റെ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 95. എവിടെ നിന്ന് ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ട് വന്നു? റൂത്ത് 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നഗരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ആരുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിഡ്ഢിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 97. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് എവിടുത്തെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ 20 മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദായിലെ. ക്വസ്റ്റ്യൻ നമ്പർ 98. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. എവിടേക്കുള്ള വഴിയിലെത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 99. ജനക്കൂട്ടം അവനെ കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 100. എന്റെ വംശത്തിൽപ്പെട്ട എപ്രകാരമുള്ള അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു? ഗലാത്യ 1-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമപ്രായക്കാരായ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും
സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.